ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. സക്രിയ ദൂതനോട് ചോദിച്ചു, ഞാൻ ഇത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കുവാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. വൃദ്ധരായ 2 ദമ്പതികൾ അവരവരുടെ വാർദ്ധക്യത്തിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു വലിയ സംഭവം. നമുക്കറിയാം, അവരുടെ ഒരു ദീർഘനാളത്തെ ആഗ്രഹമായിരുന്നു അവർക്കൊരു മകനെ വേണമെന്നുള്ളത്. എന്നാൽ അവർക്കറിയാം, അവരുടെ വാർദ്ധക്യത്തിൽ അവരുടെ ആഗ്രഹം ഇനി സംഭവിക്കുവാൻ സാധ്യമല്ല എന്ന്. അവരുടെ പ്രായോഗിക ബുദ്ധി അവരെ ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തിച്ച ഒരു സമയം. തങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തങ്ങളിൽ തന്നെ കുഴിച്ചു മൂടി ദൈവസന്നിധിയിൽ തങ്ങളുടെ കുറവുകളിലും തങ്ങളുടെ ഭാഗ്യമില്ലായ്മയിലും ദൈവം തങ്ങളെ കടാക്ഷിച്ചിട്ടില്ല എന്ന ആ ഒരു മനപ്രയാസത്തിലും ഇരിക്കുന്ന ആ വൃദ്ധ ദമ്പതികൾ. എന്നാൽ അവർ 2 പേരും നമ്മളിവിടെ കാണുന്നു, കർത്താവിൻ്റെ കൽപ്പനകളും കർത്താവിൻ്റെ പ്രമാണങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ കുറ്റമറ്റ വിധത്തിൽ അവർ അനുസരിക്കുന്ന വ്യക്തികളാണ് എന്നുള്ളത്. ദൈവത്തിൻ്റെ മുൻപിൽ അവർ 2 പേരും നീതിമാന്മാരായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. നമ്മുടെ ജീവിതത്തിലും പലവിധ കുറവുകളിലും നമ്മൾ കടന്നു പോകുന്നു. പലവിധ സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ദൈവം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രയാസങ്ങൾ തരുന്നു എന്ന ചിന്തയിലും ദൈവസന്നിധിയിൽ ദൈവഭക്തിയോടും ദൈവഭയത്തോടും ഇരിക്കുന്ന ഒരു വ്യക്തിയായി ദൈവമേ, നീ എന്നെ ഞങ്ങളെ ആക്കി തീർക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇവിടെ നമ്മൾ കാണുകയാണ്, ദൈവസന്നിധിയിൽ ധൂപം അർപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പുരോഹിതൻ ദൈവസന്നിധിയിൽ നിന്ന് വന്ന ഒരു ദൂതനെ അവിശ്വസിക്കുകയാണ്. ഞാൻ ഇത് എങ്ങനെ അറിയും എന്ന തൻ്റെ ചോദ്യത്തിലൂടെ ഒരു അടയാളം ആ വൃദ്ധനായ പുരോഹിതൻ ചോദിച്ചു വാങ്ങുകയാണ്. എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നതുവരെ നിനക്ക് സംസാരിക്കുവാൻ സാധിക്കുകയില്ല എന്ന ആ ഒരു അടയാളം ഗബ്രിയേൽ മാലാഖ ആ വൃദ്ധനായ പുരോഹിതന് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം, ദൂതൻ താൻ ആരാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഗബ്രിയേൽ മാലാഖയാണ് താനെന്നും നിന്നോട് സംസാരിക്കുവാനും നിനക്ക് ഒരു സന്തോഷകരമായ വാർത്ത നിന്നെ അറിയിക്കുവാനും ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്ന് ദൈവസന്നിധിയിൽ നിന്നുള്ള ആ ദൂതൻ ആ പുരോഹിതനെ അറിയിക്കുന്ന സമയം. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നി അവൻ്റെ അദൃശ്യരായ ദൂതരെ നമ്മുടെ പക്കൽ അവൻ അയക്കുവാൻ നമ്മുടെ ദൈവസന്നിധിയിലുള്ള നീതിപൂർവമായ ജീവിതം, ഉത്തമ ജീവിതം, നമ്മുടെ നിഷ്കളങ്ക ജീവിതം, നമ്മുടെ വിശുദ്ധിയോടെയുള്ള ജീവിതം, അസൂയയും വഞ്ചനയും ചതിയും ശത്രുതയും കലഹവും ഭിന്നതയും കോപവും വിദ്വേഷവും ഒന്നുമില്ലാത്ത ഒരു നല്ല ഹൃദയത്തിനുടമയായി ദൈവസന്നിധിയിൽ നീതിയോടെയുള്ള ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായി ദൈവത്തിൻ്റെ ദൂതരെ നമ്മുടെ ജീവിതത്തിലും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കും ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാം. ദൈവമേ, ഈ പുരോഹിതൻ ഏലിയാവിൻ്റെ ചൈതന്യത്തോടെ ദൈവജനത്തെ കർത്താവിന് വേണ്ടി ദൈവപുത്രൻ്റെ മുമ്പേ നടക്കുവാൻ പോകുന്ന യോഹന്നാൻ സ്നാപകൻ്റെ പിതാവായ ഈ പുരോഹിതനെ ദൈവം ഇങ്ങനെയൊരു അടയാളം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവമേ, പാപികളായ ഞങ്ങളുടെ ജീവിതത്തിൽ എത്ര അടയാളങ്ങൾ ദൈവമേ നീ ഞങ്ങൾക്ക് തരുന്നുണ്ടാകാം. ഈ അടയാളങ്ങൾ ദൈവസന്നിധിയിൽ നിന്നും അവൻ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്ക് തരുന്ന അടയാളങ്ങളാണെന്ന് മനസ്സിലാക്കി കൂടുതൽ നിന്നിലേക്ക് നടക്കുവാൻ ദൈവമേ നീ ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.